നടിയും അവതാരകയുമായ പേളിമാണിയുടെ വ്ലോഗുകൾക്ക് ആരാധകർ ഏറെയാണ്. പേളിമാണിയുടെയും ശ്രീനിഷ് അരവിന്ദിന്റെയും വിശേഷങ്ങൾ അറിയാനും ആരാധകർക്ക് വലിയ താല്പര്യമാണ്. ഇരുവരും പ്രണയത്തിലായത് മുതൽ ഇങ്ങോട്ട് എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. ഇപ്പോൾ 2 പെൺമക്കൾക്ക് ജന്മം കൊടുത്തതോടെ അവരെക്കുറിച്ചായി ചർച്ചകൾ. ഇടയ്ക്കിടെ യൂട്യൂബ് ചാനലിലൂടെ പേളി പങ്കുവയ്ക്കുന്ന വ്ലോഗുകളും ഇൻസ്റ്റഗ്രാമിലെ പോസ്റ്റുകളും ഒക്കെ വളരെ പെട്ടെന്നാണ് വൈറലാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തായ്ലൻഡിലേക്ക് പേളിയും കുടുംബവും പോയ യാത്രയെക്കുറിച്ചുള്ള വീഡിയോസാണ് പേളി പങ്കുവച്ചിരിക്കുന്നത്. ഇതിനോടൊപ്പം ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് പേളി. ഇപ്പോൾ ഇത്തവണ പേളിയോടുള്ള കൂടുതൽ ചോദ്യങ്ങളും ഇളയ മകളെ കുറിച്ചായിരുന്നു. നിറ്റാര എന്ന് പേരിട്ടിരിക്കുന്ന മകളുടെ ചെല്ലപ്പേര് എന്താണെന്നാണ് ഒരാൾ പേളിയോട് ചോദിച്ചത്. എന്നാൽ താൻ അവളെ നിറ്റാര എന്നാണ് വിളിക്കുന്നതെന്നും ഇതുവരെ മറ്റൊരു ചെല്ലപ്പേരും അവൾക്കില്ലെന്നുമാണ് പേളി മറുപടി നൽകുന്നത്. ശ്രീനിഷും പേളിയും അടുത്തൊരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന ചോദ്യവും വന്നിരുന്നു. ഇതിന് രസകരമായ മറുപടിയാണ് വീഡിയോ രൂപത്തിൽ പേളി നൽകിയത്. വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെ ഞാൻ ഇതിനെയൊക്കെ അതിജീവിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ലെന്ന് പേളി പറയുമ്പോൾ എന്നെ സമ്മതിക്കണമല്ലേ എന്നാണ് ശ്രീനിയുടെ മറുപടി. പുതിയ വീഡിയോയിൽ ബാങ്കോക്കിൽ എത്തിയതിനെ കുറിച്ചാണ് പേളി പറയുന്നത്. ഒപ്പം നില ബേബിയും നിറ്റാര ബേബിയും പിന്നെ അച്ഛൻ അമ്മ എല്ലാവരും യാത്രയിലുണ്ട്. അതേസമയം പേളിക്കും കുടുംബത്തിനും ആശംസകൾ നേരുകയാണ് ആരാധകരും. എന്നും ഇതുപോലെ സന്തുഷ്ടമായി ജീവിക്കാൻ നിങ്ങൾ എല്ലാവർക്കും സാധിക്കട്ടെ എന്നാണ് ചിലരുടെ അഭിപ്രായം. മാത്രമല്ല, ജനിക്കുകയാണെങ്കിൽ പേളിയായി ജനിക്കണമെന്നാണ് ഒരു ആരാധികയുടെ കമന്റ്. കാരണം ശ്രീനിയെ പോലുള്ള ഒരു ലൈഫ് പാർട്ട്ണറെ കിട്ടുക എന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയും ഭാഗ്യമുള്ള സ്ത്രീ ആയതുകൊണ്ടാണെന്നും പേളിയെ പോലെ ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ എന്നും ആ വീട്ടിൽ സന്തോഷം തന്നെയായിരിക്കും. നിങ്ങളുടെ വീഡിയോസ് മുഴുവനും ഒരു പോസിറ്റീവ് വൈബ് ഉള്ളതാണെന്നും പേളിയെയും കുടുംബത്തെയും എത്ര കണ്ടാലും മതി വരില്ല എന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് പേളിയുടെ വീഡിയോയ്ക്ക് വരുന്നത്. ബാങ്കോക്കിലെ ഒരു മൃഗശാലയിൽ പോയി അവിടെ നിന്നുള്ള വിശേഷങ്ങളും പേളി വീഡിയോയിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അതേസമയം മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങളാണ് പേളിമാണിയും ശ്രീനിഷ് അരവിന്ദും. ബിഗ് ബോസ് മലയാളം സീസൺ 1 മത്സരാർത്ഥികളായി എത്തിയതോടെയാണ് ഇരുവരും പരിചയത്തിലാകുന്നത്. 100 ദിവസങ്ങളായി നടന്ന മത്സരം പകുതിയോട് അടുക്കുമ്പോഴേക്കും ഇരുവരും ഇഷ്ടത്തിലാവുകയായിരുന്നു. പേളിഷ് എന്നായിരുന്നു ഇരുവരുടെയും കോംബോ ബിഗ് ബോസിൽ അറിയപ്പെട്ടത്. തുടക്കത്തിൽ പലരും ഇരുവരുടെ പ്രണയം മത്സരത്തിൽ വിജയിക്കാനുള്ള സ്ട്രാറ്റജിയാണെന്നാണ് കരുതിയിരുന്നത്. വർഷങ്ങളായി പേളിയെ അടുത്തറിയാവുന്ന സഹ മത്സരാർത്ഥികളായ സുഹൃത്തുക്കൾ പോലും പേളിയെ പരിഹസിച്ചിരുന്നു. എന്നാൽ തങ്ങളുടേത് വെറും ഗെയിമിന് വേണ്ടിയുള്ള പ്രണയമായിരുന്നില്ല എന്ന് ഇരുവരും പിന്നീട് വിവാഹത്തിലൂടെ തെളിയിച്ചു. മത്സരം കഴിഞ്ഞ് പുറത്തു വന്നതോടെ ഇരു വീട്ടുകാരുമായി സംസാരിച്ച് വിവാഹം കഴിക്കാമെന്ന തീരുമാനമാണ് ഇരുവരും എടുത്തത്. 2019 ഇരുവരുടെയും വിവാഹം. ശേഷം കുടുംബ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള വ്ലോഗ് ചെയ്യുകയാണ് ഇപ്പോൾ പേളിമാണിയും ശ്രീനിഷ് അരവിന്ദും. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.